രാജാവിന്റെ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ വന്നിട്ട് ഒടുക്കൻ ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ എന്റെ കാട്ടുചാത്ത. സത്യം പറയാലോ, എല്ലാം ബോസിന്റെ കുഴപ്പമാണ്. ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? ഈ രാജാവ് ഒരു പൊങ്ങച്ചക്കാരനാണെന്ന് ബോസിനറിയില്ലേ? ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള തടവറയാണ് തന്റേതെന്ന് പൊങ്ങച്ചം പറയാറുള്ളതാ ഈ രാജാവ്. അങ്ങേരോടാണ് ഏത് ജയിലിൽ പിടിച്ചിട്ടാലും ഞാൻ രക്ഷപ്പെടുമെന്നൊക്കെ ബോസ് വീമ്പ് പറഞ്ഞത്. ഒന്നാമതേ അങ്ങേർക്ക് തലയ്ക്ക് നല്ല വെളിവില്ല. ആ മതി മതി, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അറിയാലോ, ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ കൊട്ടാരം ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനാക്കുമെന്നാണ് രാജാവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴായി ഇവിടുന്ന് രക്ഷപ്പെടുന്നത്? ഏത് കൊടും തടവറയും ഭേദിച്ച് പുറത്തു കിടക്കുന്ന അതിസാഹസികനായ ടൈഗറിന് എന്തേ ഉത്തരം മുട്ടിപ്പോയ? താനൊന്നും മിണ്ടാതിരിക്കടോ. എന്റെ അമ്മ പണ്ടേ പറഞ്ഞതാ, കുറ്റാന്വേഷണത്തിനൊന്നും പോകണ്ട പോകണ്ട. ദിവാകരൻ മാമന്റെ പലചരക്ക് കടയിൽ സഹായിയായി പോകാൻ പറഞ്ഞതാ. ദിവസവും 150 രൂപയും ഫുഡുമായിരുന്നു ഓഫർ. അന്നത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഗതി വരില്ലായിരുന്നു. ഒക്കെ പോട്ടെ, ജയിലിൽ കിടന്ന കാര്യം നാട്ടിലറിഞ്ഞാൽ പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയോ? എനിക്കിനി ഏതെങ്കിലും ഒരു ഓന്ത് തന്റെ മോളെ കിട്ടിച്ചു തരുമോ? എന്റെ ഭാവിയെ കുറിച്ച് ബോസിന് എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ? ഇല്ല, എന്റെ ജീവിതം ഇങ്ങനെ തീരുമെന്നാ തോന്നുന്നത്. ഇത് വലിയ ശല്യമായല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞോ എന്റെ കൂടെ കൂടാൻ? നിന്റെ ദിവാകരൻ മാമൻ എന്റെ കാല് പിടിച്ചു പറഞ്ഞിട്ടാ ഞാൻ നിന്നെ എന്റെ പങ്കാളിയാക്കിയത്. നിന്നെ എന്ത് വില കൊടുത്തും പലചരക്ക് കടയിൽ എത്തിക്കാതെ നോക്കണമെന്നാ അന്ന് മാമൻ പറഞ്ഞത്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അല്ല, അത് ഓക്കേ ഓക്കേ, എല്ലാം മുട്ടേക്ക്, എല്ലാം. എന്റെ വിഷമം അതല്ല. നമ്മൾ കഷ്ടപ്പെട്ട് പിടികൂടിയ അനീഷും സുനീഷും അനൂപുമൊക്കെ ഈ തടവറിലെ ഏതൊക്കെയോ സെല്ലുകളിലുണ്ട്. അവരോടൊപ്പം ഇതാ നമ്മളും. ശരിയാണ്, ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് എനിക്കറിയാം. അയ്യോ അയ്യോ! എന്താണ് എന്താണ് ഒരു നിലവിളി കേട്ടത്? ഞാനൊന്നും കേട്ടില്ല. സാറിന് ചിലപ്പോ തോന്നിയതായിരിക്കും. കൊട്ടാരത്തിന്റെ അകത്തു നിന്നുള്ള അലർച്ച ഞങ്ങളുടെ ഓഫീസിൽ വരെ കേട്ടതാണല്ലോ. അയ്യോ! ആരെയും ഓടി വരണേ! രക്ഷിക്കണേ! രക്ഷിക്കണേ! ഉത്തരവാദിത്വ ബോധമില്ലാത്ത കുറെ മന്ത്രിമാര് ഒച്ച കേട്ടുപോലും. ഇവരൊക്കെ എന്നിനി ഗൗരവത്തോടെ ഭരണം നടത്തുമാവോ? ആർക്കറിയാം. അയ്യോ! എന്നെ രക്ഷിക്കണേ! ഞാനിപ്പ ചാകുവേ! അയ്യോ! രാജാവ് എന്താണ് ഈ ചെയ്യുന്നത്? പ്രഭു, എന്തു പറ്റി പ്രഭു? ഒക്കെ പറയാം. ആദ്യം എന്നെ ഒന്ന് അഴിച്ചെടുക്കണോ? അയ്യോ! എന്നെ കൊല്ലുന്നേ! എന്നെ കൊല്ലുന്നേ! ഇതാകെ കുടുങ്ങി മസാലയായി കിടക്കുകയാണല്ലോ പ്രഭു. ഷിക്കാബോ, ഇത് അശാസ്ത്രീയമായ യോഗാസന മുറകൾ പ്രയോഗിച്ചതിനാൽ പറ്റിയതാണ്. ഇത് നമുക്കഴിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മൾ എന്തു ചെയ്യും കക്കാബോ? യോഗവിദ്യയും മർമ്മവിദ്യയും അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഈ കെട്ടുകൾ അഴിച്ചെടുക്കാൻ സാധിക്കൂ. അങ്ങനെ ഒരാൾ ഈ കൊട്ടാരത്തിലില്ല. പിന്നെ എന്തു ചെയ്യും? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കക്കാബോ. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. എന്തെങ്കിലും ഒന്ന് ചെയ്യെന്ന് പറഞ്ഞാൽ എങ്ങനാ? ഇതങ്ങനെ തന്നെ എടുത്ത് ഷോക്കേസിൽ വെച്ചാൽ മതി. പ്രഭോ, ഈ അവസ്ഥയിൽ ഗർജനം ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ച് അവരോടൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞാലോ? പോടാ! ഞാൻ അകത്തോട്ട് വന്നോട്ടെ.